മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ശിരൂരിൽ നാളെ മുതൽ വിപുലമായ തിരച്ചിലിന്റെ ഭാഗമാകാൻ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ നാളെ ശിരൂരിലെത്തും. 10 ദിവസം കൂടി ശിരൂരിൽ തുടരുമെന്ന് ഡ്രഡ്ജിംഗ് കമ്പനിയും അറിയിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നാവികസേനയുടെ സഹായം തേടുമെന്ന് ഉത്തരകന്നഡ ജില്ലാ കളക്ടർ വ്യക്തമാക്കി. നാവികസേന അടയാളപ്പെടുത്തിയ ഗംഗാവാലി പുഴയിലെ കോണ്ടാക്ട് പോയിന്റ് 3 കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ തിരച്ചിൽ. ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡൈവർമാർ നടത്തിയ തിരച്ചിലിൽ ലോറിയുടെ എഞ്ചിൻ ബോക്സ് കണ്ടെത്തിയെങ്കിലും അത് അർജുന്റെ ലോറിയുടേതല്ലെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. ഇവിടെ നിന്ന് കണ്ടെത്തിയ സ്കൂട്ടർ ഷിരൂരിൽ ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മണിന്റെ ഭാര്യയുടേതെന്ന് ഉറപ്പിച്ചു. ഡ്രഡ്ജർ ഉപയോഗിച്ച് അടിത്തട്ടിലെ മണ്ണ് കൂടുതൽ നീക്കം ചെയ്താലേ തിരച്ചിലിൽ പ്രതീക്ഷയുണ്ടാകൂ. ഡ്രഡ്ജർ 10 ദിവസം കൂടി ഷിരൂരിൽ തുടരുമെന്ന് കാർവാർ MLA സതീഷ് ചന്ദ്ര സെയിൽ പറഞ്ഞു. 5 people are there, driving people are there. It is 80 hours. 80 hours. From now. 80 hours means it is 10 days. ഡ്രഡ്ജിംഗ് കമ്പനിയുമായുള്ള കരാർ നാളെയായിരുന്നു അവസാനിക്കേണ്ടിയിരുന്നത്. അടുത്ത ദിവസം മുതൽ കൂടുതൽ വിപുലമായ തിരച്ചിൽ നടത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ആവശ്യമെങ്കിൽ നാവികസേനയുടെ സഹായം തേടുമെന്ന് ഉത്തരകന്നഡ ജില്ലാ കളക്ടർ അറിയിച്ചു. തിരച്ചിലിന്റെ ഭാഗമാകാൻ റിട്ടയർഡ് മേജർ എം ഇന്ദ്രബാലൻ നാളെ ഷിരൂരിലെത്തും. റഡാർ പരിശോധന ഉണ്ടാകില്ലെന്നും മുമ്പത്തെ പരിശോധനാ ഫലങ്ങൾ തിരച്ചിലിന് ഉപയോഗിക്കുമെന്നും എം ഇന്ദ്രബാലൻ 24നോട് പറഞ്ഞു. സതീഷ് MLA അവിടെ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ സിൻസിയറിറ്റിയും അവരുടെ കമ്മിറ്റ്മെന്റ് കണ്ടിട്ടാണ് ഞാൻ അവിടെ വരുന്നത്. അപ്പൊ അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവരുടെ പ്രയത്നങ്ങൾ എങ്ങനെ സക്സസ് ആക്കാൻ പറ്റും, അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ അവിടെ വരുന്നു. കാരണം ഡ്രഡ്ജർ വെച്ചിട്ട് മണ്ണ് മാറ്റാനും ഈസി അല്ല. അവിടെ കുറച്ച് എഞ്ചിനീയറിംഗ് ഒക്കെ നോക്കേണ്ടി വരും, കുറച്ച് ഇന്നോവേഷൻസ് ചെയ്യേണ്ടി വരും. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കമാണ് തിരച്ചിൽ കൂടുതൽ ദുഷ്കരമാക്കുന്നത്. ലോറിക്ക് മുകളിലുള്ള മണ്ണ് മാറ്റുന്ന ദൗത്യം ശ്രമകരമാണെന്നാണ് വിലയിരുത്തൽ. പുഴയ്ക്കടിയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണു നീക്കം തുടരുന്നതിനൊപ്പം തന്നെ പുഴക്കരയിൽ ലക്ഷ്മണിന്റെ കടയിരുന്ന ഭാഗത്ത് ആ പ്രദേശത്തൊക്കെ കുമിഞ്ഞുകൂടിയ മണ്ണുകൂടി നീക്കം ചെയ്യുകയാണ് ഈ ഡ്രഡ്ജർ വെസൽ. ശുഭസൂചന ലഭിക്കുമെന്ന് തന്നെയാണ് ദൗത്യസംഘത്തിന്റെ പ്രതീക്ഷ. ഷിരൂരിൽ നിന്നും ഷൈജു ചാവശ്ശേരിക്കൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24.